ഇപ്പോൾ നമുക്ക് ഒരാൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ആളാണ്, ഒരാൾ കറൻസി ട്രേഡ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് മൾട്ടിപ്പിൾ ചാർട്ട്സ് ട്രേഡ് ചെയ്യണം, അതിൽ മാസ്റ്റർ ചെയ്യണം എന്നൊക്കെ തോന്നലൊക്കെ നമുക്ക് പൊതുവെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഉണ്ടാവും. ബേസിക്കലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഒരൊറ്റ ചാർട്ട് അതിൽ നമ്മൾ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഇപ്പം ഞാൻ പറയുവാണ്, നമുക്ക് ഈച്ച് ആൻഡ് എവറി ക്യാൻഡിൽസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മേ ബി ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാരൊന്നും ചിരിക്കും, പക്ഷെ നമുക്കത് പറ്റും. ഈച്ച് ആൻഡ് എവറി ക്യാൻഡിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിനൊരു കോട്ട് ഉണ്ടായിരുന്നു, ഈച്ച് ആൻഡ് എവറി ക്യാൻഡിൽ ഹാസ് എ സ്റ്റോറി. യെസ്, ഡെഫിനറ്റ്ലി. ആ ഒരു സ്റ്റോറിയിലൂടെയാണ് മൊത്തത്തിലുള്ള ഒരു ചാർട്ട് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് പഠിക്കുമ്പോ എങ്ങനെ പഠിക്കേണ്ടി വരും, ആ ഒരു മാർക്കറ്റിനെ കുറിച്ച് അത്രയും ഡെപ്തിൽ പോയിട്ട് പഠിച്ചാൽ മതി. നമുക്ക് ആഫ്റ്റർ ഓൾ എന്ത് വേണം, ഇൻകം വരണം. അതായത് നമ്മൾ ഉറങ്ങുകയാണെങ്കിലും അതായത് ആ ചാർട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി. അതായത് ഞാൻ ഇപ്പോൾ ഗോൾഡാണ് നോക്കുന്നതെങ്കിൽ ഗോൾഡിന്റെ കംപ്ലീറ്റ് ഫിഗർ എന്റെ നമ്മുടെ കയ്യിൽ വേണം. വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ 10 years എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാലും ഏതൊരു ഉറക്കത്തിൽ നിന്ന് വെച്ചിട്ടാണെങ്കിലും ഐ ഹാവ് ടു സേ ദാറ്റ് ഇതിങ്ങനെ സംഭവിക്കുള്ളൂ. 2030 എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ വാട്ട് ഐ ആം എക്സ്പെക്ടിങ് ആൻഡ് വാട്ട് ഐ ആം ബിലീവിങ് ഇൻ ദാറ്റ് ഗോൾഡ്. ഇനി പീപ്പിൾ ആർ ഓൺ ഷോർട്ട്സ് ആക്ച്വലി റൈറ്റ് നൗ മാർക്കറ്റിൽ എല്ലാവരും സെല്ലാണ്. ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ എക്സാക്ട്ലി അതന്നെയാണ്, എല്ലാവരും സെല്ലിലാണ്. അത് എന്തുകൊണ്ടാന്ന് അറിയില്ല. ഇന്നും വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഐ ബിലീവ് ടുഡേ ഓൾസോ യു ക്യാൻ ബൈ ഗോൾഡ്. 2030 നിങ്ങൾക്ക് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഔട്ട് ആയി കഴിഞ്ഞാലും യു വിൽ ബി ഇൻ പ്രോഫിറ്റ് ഐ ബിലീവ്. ബിക്കോസ് 5,000 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റേഞ്ച്, $5,000. പിന്നെ ഈ ഗോൾഡിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദം എല്ലാവരും ട്രാപ്പ് ആവുന്നത് സെൽ ട്രേഡിലായിരിക്കും. സോ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഈ ഒരു അസറ്റിന്റെ ഫണ്ടമെന്റൽ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യില്ല, ഈ പറയുന്ന ആ ഒരു പെയറിൽ ഒരിക്കലും സെല്ല് പ്ലേസ് ചെയ്യില്ല. സിമ്പിൾ ബൈ എടുത്ത് പോയാൽ തന്നെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ഡെഫിനറ്റ്ലി പ്രോഫിറ്റ് ആയിരിക്കും. വി ആർ ബുൾ, അതാണ് അതിന്റെ ഒരു ഫാക്ടർ. അതെ, നമ്മളെല്ലാരും ബുള്ളാണ്. അതുകൊണ്ടാണ് ഐ ബിലീവ് ഇൻ ബുൾ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ എപ്പോഴും മാർക്കറ്റ് നമ്മൾ എപ്പോഴും മുകളിലോട്ട് തന്നെയാണ്. ആഫ്റ്റർ 1920s ക്രാഷിന് ശേഷം വാട്ട് ഹാപ്പൻ ടു ദ മാർക്കറ്റ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് അപ്പ് ആൻഡ് അപ്പ് അല്ലേ. കാരണം ഒരിക്കലും ഒരു അത് അത്രേ ഉള്ളൂ. ആ ഒരു ലോങ് ടേം വിഷനിലോട്ട് സ്റ്റുഡൻസിനെ എത്തിക്കാൻ എനിക്ക് തോന്നുന്നു സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത് നിങ്ങൾ അതിൽ ഭയങ്കര എഫേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിട്ടാണ് ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മെയിൻ തിങ് നിങ്ങൾ ലൈവ് ട്രേഡ് ചെയ്യുന്നത്. ആ ലൈവ് ട്രേഡ് അടക്കം സക്സസ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ യുവർ ഡെഡിക്കേഷൻ ആൻഡ് ഡിസിപ്ലിൻ ഈസ് മെയിൻ ഫാക്ടർ. നേരത്തെ ചോദിച്ചില്ല എന്താണ് കീ എന്നുള്ളത്. ഡിസിപ്ലിൻ ഈസ് ദ കീ.